2:1 പറയുന്നുണ്ട്, നാം കേട്ടിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് അകന്നു പോകാതിരിക്കും. ഇന്ന് ഒത്തിരി നല്ല കാര്യങ്ങൾ കേട്ട ഒരു ദിവസമാണ്. ആന്റണി അച്ഛൻ പറഞ്ഞു ഓർക്കുന്നുണ്ട്, ചങ്കുപൊട്ടി പ്രാർത്ഥിക്കണം. 2 പാപങ്ങൾ. ഒന്ന്, ദൈവത്തെ വിശ്വസിക്കാൻ പറ്റുന്നില്ല, ഏകരക്ഷകനായിട്ട് യേശുവിനെ അംഗീകരിക്കാൻ പറ്റുന്നില്ല. പിന്നെ ഷൈച്ചൻ്റെ മനോഹരമായ ശുശ്രൂഷയിൽ ദൈവാരാധനയുടെ പ്രാധാന്യം, ശിവസഹോദരൻ അനേക സാക്ഷ്യങ്ങളോട് ചേർത്ത് പരിശുദ്ധ അമ്മയുടെ അത്ഭുതകരമായ ഇടപെടൽ. അപ്പം നിങ്ങളെ സ്പർശിച്ച ഒരു വചനം, ഒരു സംഭവം, ഒരു ഉൾക്കാഴ്ച തൊട്ട് അടുത്ത് നിൽക്കുന്നവരോടൊന്ന് ഷെയർ ചെയ്തേ. പെട്ടെന്ന് ഷെയർ ചെയ്യേ, മറന്നു പോകാതിരിക്കണം. ഒന്ന് ഷെയർ ചെയ്തേ. ഇന്ന് വന്നിട്ട് ഏറ്റവും സ്പർശിച്ച ഒരു കാര്യം ഷെയർ ചെയ്തേ. വേഗം ഷെയർ ചെയ്യുക. അങ്ങോട്ടും ഇങ്ങോട്ടും സമയം എന്നെയല്ല നോക്കേണ്ടത്, അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യേ. ചിരിച്ചുകൊണ്ട് നിൽക്കാനല്ല പറഞ്ഞു, ഷെയർ ചെയ്യാനാ പറഞ്ഞേ. ഷെയർ ചെയ്യേ. വാ തുറന്ന് സംസാരിക്കുക. ഈ വചനം, ഈ കാര്യം, ഈ ബോധ്യം എനിക്ക് കിട്ടി. പറയുമ്പോൾ അഭിഷേകമാവും. ഇനി 2 കരങ്ങൾ ഉയർത്തിക്കേ. നമ്മുടെ ഉള്ളിൽ കിട്ടിയത്, നമ്മുടെ കൂട്ടുകാരി, നമ്മുടെ സ്വന്തം സഹോദരങ്ങൾ പറഞ്ഞത്, എല്ലാറ്റിനും കർത്താവിനും മഹത്വം കൊടുത്തുകൊണ്ട് ശക്തമായിട്ട് സ്തുതിച്ചേ. ഹല്ലേലൂയ. ഒരു 10 ഇരട്ടി ശക്തിയോടെ സ്തുതിച്ചേ. വചനബോധ്യങ്ങൾ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് സ്തുതിച്ചേ. ഹല്ലേലൂയ. തീ പിടിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ, ആരാധന. പ്രിയപ്പെട്ടവരെ, മൈക്കിൽ നിന്ന് കേട്ടിട്ടല്ല, ആരെങ്കിലും പറഞ്ഞിട്ടല്ല, സ്വന്തം ഹൃദയത്തിൽ നിന്ന് ജീവിക്കുന്ന കർത്താവിന്റെ നാമം, ജീവിക്കുന്ന കർത്താവിന്റെ രക്തം, ജീവിക്കുന്ന കർത്താവിന്റെ അഭിഷേകം ചോദിച്ച് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. നിർത്തരുത്, സ്തുതിച്ചേ. തീ പിടിച്ച് പോകട്ടെ. ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് കത്തിപ്പടരട്ടെ. കൃപയായി മാറട്ടെ, സൗഖ്യമായി മാറട്ടെ, മാനസാന്തരമായി മാറട്ടെ, ദൈവ കൃപയായി മാറട്ടെ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. നമുക്കിരിക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അച്ഛൻ പറഞ്ഞ പോലെ കുറച്ച് സമയം, ജൂലൈ മാസമാണ്. യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ രക്തത്തെ സഭ ധ്യാനിക്കുകയും ഏറ്റുപറയുകയും ചെയ്യുന്ന മാസമാണ്. നമ്മൾ അനേക യേശുനാമ ശക്തിയുടെ സാക്ഷ്യങ്ങൾ കേട്ടു, ഇന്നും കേട്ടു. എനിക്ക് ഉറപ്പാണ്, ഞാൻ ആരെയും കുറ്റം പറയുകയല്ല, ഇതിൽ അനേകം പേര് ആ പുസ്തകം മുഴുവൻ വായിച്ചിട്ടില്ല, അതിലെ എല്ലാ വചനങ്ങളും പഠിച്ചിട്ടില്ല. എങ്കിലും യേശുനാമത്തെ പ്രകീർത്തിക്കുന്ന ഒരു ബുക്ക്ലെറ്റ് അവരുടെ കരങ്ങളിൽ വിശ്വാസത്തോടെ സ്വീകരിക്കുമ്പോൾ അത്യത്ഭുതകരമായ, മനുഷ്യബുദ്ധിക്ക് അതീതമായ പ്രവൃത്തികൾ കർത്താവ് ചെയ്യുകയാണ്. ഹല്ലേലൂയ. സ്വരമുയർത്തി ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതുപോലെ തന്നെയാണ് യേശുക്രിസ്തുവിൻ്റെ അത്ഭുത രക്തം നമ്മൾ ധ്യാനിച്ചാൽ, യേശുക്രിസ്തുവിൻ്റെ അത്ഭുത രക്തത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചാൽ നമ്മുടെ ജീവിതങ്ങൾക്ക് മാറ്റമുണ്ടാകും, നമ്മുടെ രാജ്യങ്ങൾക്ക് മാറ്റമുണ്ടാകും, നമ്മുടെ അവസ്ഥകൾക്ക് മാറ്റമുണ്ടാകും, നമ്മുടെ രോഗപീഠകൾക്ക്, നമ്മുടെ പൈശാചിക ബന്ധനങ്ങളുടെ മേൽ സ്വർഗത്തിൻ്റെ അത്ഭുതകരമായ ഇടപെടൽ സംഭവിക്കുന്നത് കാണുവാൻ സാധിക്കും. ഹല്ലേലൂയ. വെളിപാടിൻ്റെ പുസ്തകം 12:11 ദൈവവചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. അവരാകട്ടെ, ഈ സെക്കൻഡ് സാറ്റർഡേയിൽ സംബന്ധിക്കുന്നവരാകട്ടെ, കുഞ്ഞാടിൻ്റെ രക്തം കൊണ്ടും സ്വന്തം സാക്ഷ്യത്തിൻ്റെ വചനം കൊണ്ടും അവൻ്റെ മേൽ വിജയം നേടി. ഹല്ലേലൂയ. വെളിപാട് 12:11. നമ്മുടെ പ്രിൻസിപ്പൽ പറഞ്ഞ് മറക്കരുത്, എല്ലാ സെക്കൻഡ് സാറ്റർഡേയും ബുക്കുകളായിട്ട് വരണം, എല്ലാ സെക്കൻഡ് സാറ്റർഡേയും ബൈബിളായിട്ട് വരണം, എല്ലാ സെക്കൻഡ് സാറ്റർഡേയും ഒരു പേനയായിട്ട് വരണം. കാരണം ദേശത്തിന് കർത്താവ് വചനം നൽകുന്ന ഒരു ദിവസമാണ്, അത് നഷ്ടപ്പെടുത്തരുത്. ഹല്ലേലൂയ. വെളിപാട് 12:11 ഒന്നിച്ച് വായിക്കാം. അപ്പൊ കുഞ്ഞാടിൻ്റെ രക്തം കൊണ്ടും സ്വന്തം സാക്ഷ്യത്തിൻ്റെ വചനം നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, യോഹന്നാൻ ശ്ലീഹ 1 യോഹന്നാൻ അതിൻ്റെ 4-ാം അധ്യായം 2-ഉം 3-ഉം തിരുവചനങ്ങൾ നമുക്ക് ഉറക്കെ വായിക്കാം.
1 യോഹന്നാൻ 4:2-3. ദൈവത്തിൻ്റെ ആത്മാവിനെ യേശു ക്രിസ്തു ശരീരം ധരിച്ചുവെന്ന് ഏറ്റുപറയുന്ന ആത്മാവ്. പ്രിയപ്പെട്ടവരെ, നമ്മളോർക്കും പള്ളിയിൽ പോകുന്നു, കുമ്പസാരിക്കാൻ പോകുന്നു, ഒരു പക്ഷേ അത് ഏറ്റുപറയണമെന്ന് നിർബന്ധമില്ല. തോമാച്ച് എന്ന പേരുണ്ട്, അന്നമ്മ എന്ന പേരുണ്ട്. പക്ഷെ അതിനപ്പുറം യേശു ക്രിസ്തു ശരീരം ധരിച്ചു വന്നു എന്ന് ഏറ്റുപറയുന്ന ആത്മാവ്. യേശുക്രിസ്തു എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു. യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ എനിക്ക് കഴുകപ്പെടാൻ, എനിക്ക് വിശുദ്ധനാകാൻ സാധിക്കും. യേശുവിൻ്റെ രക്തത്തിന് സകല പാപങ്ങളിൽ നിന്നും എന്നെ കഴുകാൻ സാധിക്കും. യേശു തൻ്റെ രക്തത്തിലൂടെ എനിക്ക് ജീവൻ നൽകിയ ദൈവമാണ്. യേശു തൻ്റെ രക്തത്തിലൂടെ അത് മോചനദ്രവ്യമായി നൽകി എന്നെ നേടിയെടുത്ത ദൈവമാണ്. യേശു പാപത്തിൻ്റെ മേൽ അധികാരമുള്ള പിശാചിനെ തൻ്റെ മരണത്താൽ നശിപ്പിച്ച വ്യക്തിയാണ്. യേശു ക്രിസ്തു ഉത്ഥാനം ചെയ്ത വ്യക്തിയാണ്. ഇത് നീ ചിന്തിച്ചാൽ പോരാ, ഇത് നീ ഇൻഫർമേഷനായി സ്വീകരിച്ചാൽ പോരാ, ഇത് ഏറ്റുപറയുന്ന ആത്മാവാണ് ക്രിസ്തുവിൻ്റെ ആത്മാവ്. പ്രൈസ് ദി ലോർഡ്. നമ്മളോർക്കും വിജാതി മതങ്ങളായിരിക്കാം, യേശുവിനെ അറിയാത്തവരായിരിക്കണം. പ്രിയപ്പെട്ടവരെ, സെക്കൻഡ് സാർട്ട് കടന്നു വന്നിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും യേശു ക്രിസ്തു ശരീരം ധരിച്ചു എന്നുവെന്നും യേശു ക്രിസ്തു മനുഷ്യകുലത്തിൻ്റെ പാപത്തിന് വേണ്ടി തൻ്റെ രക്തം നൽകി നമ്മളെ സ്നേഹിച്ചുവെന്നും രക്തം ചിന്തി സ്വന്തമാക്കിയെന്നും നമ്മൾ വിശ്വസിക്കുകയും ഏറ്റുപറയുകയും ചെയ്യണം. ഹല്ലേലൂയ. സ്വരമുയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് വെളിപാട് 12:11 പറയുന്നത് സ്വന്തം സാക്ഷ്യത്തിൻ്റെ വചനം. എന്താണ് സ്വന്തം സാക്ഷ്യം എന്ന് പറയുന്നത്? യേശുവിനെ രക്ഷകനായിട്ട് അംഗീകരിക്കുന്നു. ഞാൻ പാപിയാണെന്ന് ഏറ്റു പറയുന്നു. കർത്താവേ, എന്നെ നിന്റെ രക്തത്താൽ കഴുകി ശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിശാചിന്റെ മേൽ യേശുക്രിസ്തുവിന്റെ രക്തം തളിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തുവിലൂടെ എനിക്ക് വിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കാൻ സാധിക്കുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. എൻ്റെ അന്ധകരണത്തെ നിർജീവ പ്രവൃത്തികളിൽ നിന്ന് യേശുവിന്റെ രക്തത്തിലൂടെ മറികടക്കാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. യേശുക്രിസ്തുവിന്റെ രക്തത്തിലൂടെ എൻ്റെ പാപത്തിന്റെ അടിമത്തത്തെ പിതാക്കന്മാരുടെ വ്യർത്ഥമായ ജീവിത രീതിയിൽ നിന്ന് സ്വന്തമാക്കി 1 പത്രോസ് 18:19 എല്ലാം മറികടക്കാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. സ്വരമുയർത്തി ഹല്ലേലൂയ. ഇതുകൊണ്ടാണ് 1 കൊരിന്തോസ് 11:27 ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നത്, ആരെങ്കിലും അയോഗ്യതയോടെ ഈ അപ്പത്തിൽ നിന്ന് ഈ പാനപാത്രത്തിൽ നിന്ന് ഭക്ഷിക്കരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വരമുയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. 28 വാക്യം വായിക്കാം. 1 കൊരിന്തോസ് 11:28. ഓരോ സ്വരമുയർത്തി വായിക്കണം കേട്ടോ, ഒരു 10 പേർക്ക് കേൾക്കാവുന്ന സ്വരത്തിൽ വായിക്കുക. അതിനാൽ അപ്പം ഈ ബലിവേദിയിൽ നിന്ന് നമ്മൾ ഇത് സ്വീകരിക്കുമ്പോൾ ഒരു സൺഡേ ക്രിസ്ത്യനായിട്ടോ ഒരു മെക്കാനിക്കൽ ക്രിസ്ത്യനായിട്ടോ ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചു പോയത് കൊണ്ടോ മാത്രം വന്ന് സ്വീകരിച്ച് കടന്നു പോകരുത്. ആത്മശോധന ചെയ്യണം. അതെന്റെ വിശുദ്ധിയെക്കുറിച്ച് മാത്രമല്ല, എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി എന്തു ചെയ്തു എന്ന് മനസ്സിലാക്കി യോഗ്യതയോടെ വിശ്വാസം ഏറ്റുപറഞ്ഞ് കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങൾ നമ്മൾ സ്വീകരിക്കണം. ഹല്ലേലൂയ. നന്നായിട്ട് കരങ്ങളടിച്ച് കർത്താവിന് മഹത്വം കൊടുത്ത് ത്രീപരിക്കേടി ഹല്ലേലൂയ. ഇനി ലൂക്കാ 22:20 വായിക്കാം. ലൂക്കാ 22:20. ലൂക്കാ സുവിശേഷം 22:20. അടുത്ത സെക്കൻഡ് സാർട്ട് മുതൽ എല്ലാവരുടെയും കയ്യിൽ ബൈബിൾ, എല്ലാവരുടെയും കയ്യിൽ നോട്ട് ബുക്ക്, എല്ലാവരുടെയും പേന. ഓക്കെ, ഉറക്കെ വായിക്കാം. അപ്രകാരം തന്നെ പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തു ഗുഡ് ഫ്രൈഡേക്ക് തൊട്ട് മുമ്പ് പാനപാത്രം കരങ്ങളിലെടുത്ത് ഇത് നിങ്ങൾക്ക് വേണ്ടി ചിന്തപ്പെടുന്ന എൻ്റെ പുതിയ ഉടമ്പടിയുടെ രക്തമാണ് എന്ന് പറയുമ്പോൾ, ക്രിസ്തു ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ
യഹൂദ പശ്ചാത്തലത്തിൽ നമ്മൾ ബുക്കുകളിൽ വായിക്കും, 1,70,000 പരം ആടുകളെയും കോലാടുകളെയും അറുത്തു മുറിച്ച് ജനത്തിന്റെ പാപത്തിന് വേണ്ടി ആ രക്തത്തിൽ ഹിസോപ്പ് ചൊടി മുക്കി പ്രധാന പുരോഹിതൻ ആ ഹിസോപ്പിൽ പറ്റിച്ചേരുന്ന രക്തം ജനത്തിന്റെ മേൽ തളിച്ചുകൊണ്ട് ജനത്തെ വിശുദ്ധീകരിക്കാൻ പരിശ്രമിക്കുമ്പോൾ സ്നാപക യോഹന്നാൻ വിളിച്ചു പറയുകയാണ്, ഇതാ ലോകത്തിന്റെ പാപം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്, ലോകത്തിന്റെ പാപം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. പാനപാത്രം പെസഹാവ്യാഴം തന്റെ കരങ്ങളിൽ എടുത്തുകൊണ്ട് പറയുകയാണ്, ഇത് പുതിയ ഉടമ്പടിയുടെ രക്തമാണ്. ഹല്ലേലൂയ. ഇത് ദൈവത്തിന്റെ രക്തമാണ്, ഇത് നീതിയുള്ള രക്തമാണ്. ആരാണ് പറഞ്ഞത്? നമുക്ക് സമയമില്ല, അത് പീലാത്തോസാണ് പറഞ്ഞത്. ഇത് നിഷ്കളങ്ക രക്തമാണ്. ആരാണ് പറഞ്ഞത്? യൂദാസ് കറിയോത്തിയാണ് പറഞ്ഞത്. ഇത് അമൂല്യ രക്തമാണ്. ആരാണ് പറഞ്ഞത്? പത്രോസ് ലീഹയാണ് പറഞ്ഞത്. യേശു ക്രിസ്തുവിന്റെ രക്തം, യേശു ക്രിസ്തുവിന്റെ രക്തം പുതിയ ഉടമ്പടിയുടെ രക്തം, പാപത്തെ നീക്കിക്കളയുന്ന രക്തം, നമ്മളെ നീതിമാന്മാരാക്കുന്ന രക്തം, നമ്മളെ സ്വർഗത്തിലേക്ക് കയറ്റുന്ന രക്തം, നമ്മളെ വിശുദ്ധീകരിക്കുന്ന രക്തം, നമ്മുടെ അന്ധകരണത്തെ നിർജീവ പ്രവൃത്തികളിൽ നിന്ന് ശുദ്ധീകരിക്കുന്ന രക്തം, നമുക്ക് ദൈവമായി യോജിപ്പ് നൽകുന്ന രക്തം. 2 കരങ്ങൾ ഉയർത്തി സ്തുതിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിക്കട്ടെ, 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 സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവിന്റെ രക്തമേ എന്ന് വിളിച്ചേ, യേശുവിന്റെ രക്തമേ എന്ന് വിളിച്ചേ, യേശുവിന്റെ രക്തമേ എന്ന് വിളിച്ചേ, യേശുവിന്റെ രക്തമേ എന്ന് വിളിച്ചേ, യേശുവിന്റെ രക്തമേ എന്ന് വിളിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹെബ്രായ ലേഖനം 7-ാം അധ്യായം 26-ാം തിരുവചനം നമുക്ക് വായിക്കാം. ഹെബ്രായ ലേഖനം 7:26. ഹെബ്രായ ലേഖനം 7:26 ഉറക്കെ വായിക്കാം. പരിശുദ്ധനും ദോഷരഹിതനും നിഷ്കളങ്കനും പാപികളിൽ നിന്ന് വേർതിരിക്കപ്പെട്ടവനും സ്വർഗത്തിനു മേൽ ഉയർത്തപ്പെട്ടവനുമായ നിത്യ പുരോഹിതനായ യേശു ക്രിസ്തു തന്റെ കരങ്ങളിൽ പാനപാത്രം എടുത്തുകൊണ്ട് മനുഷ്യകുലത്തോട് പറയുകയാണ്, ഇത് പാപമോചനത്തിനായി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ രക്തമാണ്. The new covenant blood of Jesus Christ. Hallelujah, hallelujah. പ്രിയപ്പെട്ടവരെ, ഈ രക്തം സ്വർഗത്തിൽ നമുക്ക് വേണ്ടി നിലവിളിക്കുന്ന രക്തമാണ്. ഹെബ്രായ ലേഖനം 12:24. എൻ്റെ ഇംഗ്ലീഷ് വേർഷൻ ഒന്നുണ്ടാവോ? ഹെബ്രായർ 12:24. ഹെബ്രായർ 12:24. Yeah, shall we read it together? And Jesus ഉൽപ്പത്തിയുടെ പുസ്തകം 4-ാം അധ്യായം 10-ാം തിരുവചനത്തിൽ നിഷ്കളങ്കനായ ആബേലിന്റെ രക്തം ദൈവത്തിന്റെ തിരുസന്നിധിയിലേക്ക് മണ്ണിൽ നിന്ന് നിലവിളിക്കുന്നു എന്ന് പറയുമ്പോൾ ഹെബ്രായ ലേഖനം എഴുതി വയ്ക്കുകയാണ്, ദൈവത്തിന്റെ തിരുസന്നിധിയിൽ നിനക്ക് വേണ്ടി സംസാരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ ജീവനുള്ള രക്തം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് റോമാലേഖനം 8:34 നമ്മളെ പഠിപ്പിക്കുന്നത്, മരിച്ചവനെങ്കിലും ഉത്ഥാനം ചെയ്തവനും ദൈവത്തിന്റെ വലത്ത് ഭാഗത്തിരുന്ന് നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നവനുമായ യേശു ക്രിസ്തു. എൻ്റെ പ്രിയപ്പെട്ട കുടുംബമേ, ഈ സത്യം നീ അറിയാതെ ജീവിക്കരുത്. ഈ സത്യം അറിയാതെ നീ ജീവിക്കരുത്. ഈ സത്യം ഏറ്റുപറയാൻ നമ്മുടെ കുഞ്ഞുങ്ങളെ നീ പഠിപ്പിക്കണം. യേശു ക്രിസ്തു ശരീരം ധരിച്ചു വന്നു, അത് എന്തിനു വേണ്ടിയെന്ന് നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം. നമ്മുടെ പ്രിയപ്പെട്ടവരെ പഠിപ്പിക്കണം. നമ്മുടെ കുടുംബ വൃക്ഷത്തെ പഠിപ്പിക്കണം. നമ്മുടെ കൂട്ടായ്മകളെ പഠിപ്പിക്കണം. റോമ 8:34 നമുക്ക് വേണ്ടി മരിച്ചവനെങ്കിലും ഉത്ഥാനം ചെയ്തവനും പിതാവിൻ്റെ വലത്ത് ഭാഗത്തിരുന്ന് എങ്ങനെയാണ് മധ്യസ്ഥം വഹിക്കുന്നു എന്നതാണ് റോമ 12:24 നമ്മളെ പഠിപ്പിക്കുന്നത്.
The sprinkled blood of Jesus Christ speaks. യേശുവിന്റെ രക്തം നിനക്ക് വേണ്ടി സംസാരിക്കുകയാണ്. അതിനും കാരണമുണ്ട്. ലേവ്യ ലേഖനം പറയുന്നു, എല്ലാ ജീവികളുടെയും ജീവൻ അടങ്ങിയിരിക്കുന്നത് രക്തത്തിലാണ്. രക്തത്തിലാണ്. രക്തം ചിന്താതെ പാപമോചനമില്ല. യേശുവിന്റെ ജീവൻ അടങ്ങിയിരിക്കുന്നത് യേശു ക്രിസ്തുവിന്റെ രക്തത്തിലാണ്. അതുകൊണ്ടാണ് ഈശോ യോഹന്നാൻ 10:10 നമ്മളെ പഠിപ്പിക്കുന്നത്, ഞാൻ വന്നത് ജീവൻ നൽകാനാണ്, ഞാൻ വന്നത് രക്തം നൽകാനാണ്, ഞാൻ വന്നത് രക്തം സമൃദ്ധമായി നൽകാനാണ്. ഹല്ലേലൂയ. യേശു പറയുന്നതൊന്നും ഭംഗിവാക്കല്ല പ്രിയപ്പെട്ടവരെ. യേശുവിനെ കുറിച്ച് പഠിക്കുമ്പോൾ, വിശുദ്ധ ഗ്രന്ഥം പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നു, 7 യുണീക്ക് വേയിൽ ഈശോ രക്തം ചിന്തി. 7 എന്ന് പറയുന്ന സംഖ്യ വിശുദ്ധ ബൈബിൾ പൂർണ്ണതയുടെ സംഖ്യയാണെങ്കിൽ, ഗത്സമനയിൽ യേശുവിന്റെ രക്തം നമുക്ക് വേണ്ടി തെറിക്കപ്പെട്ടു. യേശുവിനെ അടിച്ചപ്പോൾ യേശുവിന്റെ രക്തം തെറിക്കപ്പെട്ടു. യേശുവിന്റെ താടി മീശ പറിച്ചെടുത്തപ്പോൾ യേശുവിന്റെ രക്തം പുറത്തു വന്നു. യേശുവിനെ മുതുകത്ത് സ്കോർ ചെയ്തപ്പോൾ, ചാട്ടുവാർ കൊണ്ട് അടിച്ചപ്പോൾ യേശുവിന്റെ രക്തം ചീറ്റി 4. യേശുവിനെ കുരിശിൽ തറച്ച് കൈകാലുകളിൽ ആണി തറച്ചപ്പോൾ യേശുവിൽ നിന്ന് രക്തം പുറപ്പെട്ടു. യേശുവിന്റെ ശിരസിൽ മുൾമുടി ധരിപ്പിച്ച് ആണി അടിച്ചു കയറ്റിയപ്പോൾ യേശു ക്രിസ്തുവിൽ നിന്നും രക്തം പുറപ്പെട്ടു. യോഹന്നാൻ 19:34 7ാമത്തെ പ്രാവശ്യം പടയാളികളിൽ ഒരുവൻ അവന്റെ പാർശ്വത്ത് കുത്തി, അവിടെ നിന്ന് രക്തവും വെള്ളവും പുറപ്പെട്ടു. ഹല്ലേലൂയ. യേശു നിനക്ക് ജീവൻ നൽകാൻ വന്നതാ അവന്റെ രക്തത്തിലൂടെ. അവന്റെ രക്തം പൂർണ്ണതയുടെ രക്തമാണ്. അവന്റെ രക്തം പിശാച് വിറയ്ക്കുന്ന രക്തമാണ്. പക്ഷെ നമ്മൾ ഇത് ഏറ്റുപറയില്ല. We will never invoke the blood of Jesus Christ in our day-to-day life. That is our mistake. നീ എല്ലാ ദിവസവും യേശുവിന്റെ രക്തത്തെ ഒന്ന് ധ്യാനിച്ചേ. നിനക്ക് വേണ്ടി സംസാരിക്കുന്ന യേശുവിന്റെ രക്തത്തെ ഒന്ന് വിളിച്ചേ. നിന്റെ ജീവിതത്തിൽ മാറ്റം വരും. നീ മാസ്റ്റർബേഷൻ അടിമയാണോ? നീ കണ്ണുകളുടെ ലസ്റ്റിന് അടിമയാണോ? നീ നിന്റെ തെറി പറയുന്ന സ്വഭാവത്തിൽ അടിമയാണോ? 1 പത്രോസ് 1:18-19 യേശുവിന്റെ രക്തത്തിന് നിനക്ക് പുതിയ ജീവൻ നൽകാൻ സാധിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. നീ നിരന്തരം ഓർക്കുകയാണ്, എന്നെ കൊള്ളില്ല, ഞാൻ നശിച്ചു പോകും, ഈ കുടുംബം, ഈ രാജ്യം, ഈ തണുപ്പ്, ഈ ചൂട്, ഈ NHS, ഈ നഴ്സിംഗ് ജോലി, You are bombarding the negativity. You are bombarding the lies. ഹെബ്രായലേഖനം 9:14 ക്ലെയിം ചെയ്ത് നിന്റെ അന്ധകരണത്തെ നിർജീവ പ്രവർത്തികളിൽ നിന്ന് മോചിപ്പിക്കുന്ന യേശു ക്രിസ്തുവിന്റെ രക്തത്തെ നീ ഏറ്റുപറഞ്ഞാൽ നിനക്ക് മാറ്റമുണ്ടാകും. ഹല്ലേലൂയ. സ്വരമുയർത്തി ഹല്ലേലൂയ. റോമാലേഖനം 3:25 കൂടി നമുക്ക് വായിക്കാം. റോമാ 3:25. റോമാ 3 വായിക്കും, ഉറക്കെ വായിക്കും. എന്റെ പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ഉണങ്ങി വായിക്കാതെ സ്വരമുയർത്തി ജീവനോടെ നിനക്ക് വേണ്ടി കുരിശിൽ മരിച്ച യേശു ക്രിസ്തുവിന്റെ രക്തത്തെ ഹൃദയത്തിൽ ഏറ്റുവാങ്ങി ചങ്കുകൊണ്ടെന്ന് ഉറക്കെ വായിച്ചേ. ഉറക്കെ ഒന്നുകൂടെ വായിച്ചേ. ഇത് വിശ്വസിച്ചാൽ ഈ രക്തത്തിന്റെ അഭിഷേകം, ഈ രക്തത്തിന്റെ കഴുകപ്പെടൽ, നിനക്ക് പാപം മോചിക്കപ്പെടും, നീ നീതീകരിക്കപ്പെടും. ഹെബ്രായലേഖനം 10:19 പറയുകയാണ്, യേശു ക്രിസ്തുവിന്റെ രക്തത്തിലൂടെ വിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കാൻ എനിക്ക് മനോധൈര്യമുണ്ട്. ഇനി ആരും ചിണുങ്ങി പറയും, അയ്യോ ഞാനാണോ സ്വർഗത്തിൽ പോണേ, അയ്യോ ഞാനാണോ, ഞാൻ എങ്ങനെയാ പോണേ. അങ്ങനെ നടക്കി കുനിഞ്ഞ് നടന്ന് നാണം വിചാരിച്ച് നടക്കാനല്ല പ്രിയപ്പെട്ടവരെ യേശു ക്രിസ്തു കുരിശിൽ രക്തം ചിന്തി നിന്നെ സ്വന്തമാക്കിയത്, നിനക്ക് വേണ്ടി മോചന ദ്രവ്യമാക്കി മാക്കിയത്. നീ തൻ്റെ അടുത്തോടെ പറയണം, എൻ്റെ യേശുവിൻ്റെ രക്തത്തിലൂടെ, എൻ്റെ യേശുവിൻ്റെ പാപപരിഹാര ബലിയുടെ യോഗ്യതയിലൂടെ ഞാൻ സ്വർഗത്തിൽ നിശ്ചയമായും അവൻ്റെ കൃപയാൽ എത്തിച്ചേരും. ഹല്ലേലൂയ. വിശ്വസിക്കുന്ന കരങ്ങൾ ഉയർത്തി കരങ്ങൾ അടിച്ചേ. കർത്താവേ, തീപ്പൊരി കൈയുടെ സാത്താൻ ഞെട്ടി വിറയ്ക്കട്ടെ, ദേശങ്ങൾ കുലുങ്ങട്ടെ. യേശുവിന്റെ രക്തത്തിന്റെ അഭിഷേകം, യേശു ക്രിസ്തുവിനെ ഏറ്റുപറയുന്ന ആത്മാവ് നമ്മളിൽ നിറയപ്പെടട്ടെ. നമുക്ക് എണീറ്റ് നിൽക്കാം,
എണീറ്റ് രണ്ട് കരങ്ങളും നന്നായിട്ട് ഉയർത്തും. ഇപ്പം നിങ്ങൾക്ക് മറ്റൊന്നും അറിയില്ലെങ്കിലും ആകെ പറയേണ്ട ബ്ലഡ് ഓഫ് ജീസസ്, അല്ലെങ്കിൽ പറയേണ്ട യേശുവിൻ്റെ രക്തമേ, യേശുവിൻ്റെ രക്തമേ ഞാൻ അങ്ങയെ ആരാധിക്കുന്നു, യേശുവിൻ്റെ രക്തമേ ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു, യേശുവിൻ്റെ രക്തമേ എന്നെ കഴുകണമേ, യേശുവിൻ്റെ രക്തമേ എനിക്ക് മോചനം നൽകണമേ, യേശുവിൻ്റെ രക്തമേ എൻ്റെ പാപത്തെ കഴുകണമേ, യേശുവിൻ്റെ രക്തമേ എൻ്റെ മനസ്സാക്ഷിയെ കഴുകണമേ, യേശുവിൻ്റെ രക്തമേ ദുർവിചാരങ്ങളെ കഴുകണമേ, യേശുവിൻ്റെ രക്തമേ തെറ്റായ ബന്ധങ്ങളെ കഴുകണമേ, യേശുവിൻ്റെ രക്തമേ എൻ്റെ കുടുംബത്തെ വിശുദ്ധീകരിക്കണമേ, യേശുവിൻ്റെ രക്തമേ നിന്നെ ഏറ്റുപറയാൻ എനിക്ക് കൃപ നൽകണമേ. ഇവിടുന്ന് നിങ്ങളോ എൻകറേജ് ചെയ്യുന്നത് വെയിറ്റ് ചെയ്യരുത്, മറിച്ച് ആത്മാവിൽ ശക്തി പ്രാപിച്ച് ഒരു 3 മിനിറ്റ് യേശുവിൻ്റെ രക്തത്തെ ധ്യാനിച്ച് കണ്ണുകളടച്ച് ഇപ്പോൾ അത്ഭുതങ്ങൾ സംഭവിക്കും, ഇപ്പോൾ അടയാളങ്ങൾ സംഭവിക്കും. ഇപ്പോൾ കാലാകാലങ്ങളായി നമ്മളെ കെട്ടിട്ടിരിക്കുന്ന അന്ധകാരങ്ങളുടെ കെട്ടുകൾ അടിയപ്പെടും. കണ്ണുകളടച്ച് 2 കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു, യേശുവിന്റെ രക്തമേ. 1 പത്രോസ് 2:24 അഭിഷേകം, റോമ 5:9 അഭിഷേകം, എഫെസസ് 1:7 അഭിഷേകം, വെളിപാട് 5:9-10 അഭിഷേകം, വെളിപാട് 5:12 അഭിഷേകം, വെളിപാട് 12:11 അഭിഷേകം, 1 യോഹന്നാൻ 1:7 അഭിഷേകം, എബ്രായർ 9:14 അഭിഷേകം, ഗലാത്യ 3:13 അഭിഷേകം, എബ്രായർ 10:19 സംഭവിക്കുന്നു. ഹല്ലേലൂയ. 2 കൊരിന്ത്യർ 5:21 മാംസം ധരിക്കുന്നു. ഹല 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 ഹല. റോമ 5:10-11 അഭിഷേകം, റോമ 8:1-2 അഭിഷേകം, കൊളോസസ് 2:14-15 അഭിഷേകം, 1 യോഹന്നാൻ 4:2-3 ക്ലെയിം ചെയ്യുന്നു, 1 യോഹന്നാൻ 5:12, 1 കൊരിന്ത്യർ 11, 20, 27, 28, ലൂക്ക 22:20, എബ്രായർ 7:26, എബ്രായർ 9:14, എബ്രായർ 9:23, എബ്രായർ 12:24, റോമ 3:25, ജെനസിസ് 4:10, എബ്രായർ 10:18, വെളിപാട് 12:11. ഹല്ലേലൂയ. ഒരിക്കൽ കൂടി ശക്തിയോടെ സ്തുതിച്ചേ ഹല്ലേലൂയ. യേശുവിന്റെ രക്തമേ, യേശുവിന്റെ രക്തമേ. അത്ഭുതകരമായ പ്രവൃത്തികൾ ശൈശവത്തിന്റെ കൂട്ടായ്മയിൽ പ്രാർത്ഥിക്കുക. കാലാകാലങ്ങളായി അങ്ങയുടെ മക്കളെ കെട്ടിട്ടിരിക്കുന്ന പാപത്തിന്റെ, ശാപത്തിന്റെ, അടിമത്തത്തിന്റെ കെട്ടുകൾ യേശുക്രിസ്തുവിന്റെ പരിശുദ്ധ രക്തത്താൽ, യേശുക്രിസ്തുവിന്റെ നിഷ്കളങ്ക രക്തത്താൽ, യേശുക്രിസ്തുവിന്റെ നീതിയുള്ള രക്തത്താൽ വിമോചനം സംഭവിക്കുന്നു, സൗഖ്യം സംഭവിക്കുന്നു, വിടുതൽ സംഭവിക്കുന്നു. ഗ്ലോറി 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 ഗ്ലോറി. anointing anointing. Lord of Jesus, 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 ദിവ്യ വിശ്വാസത്തോടെ യേശുവിന്റെ രക്തം എടുത്ത് തളിച്ച് ഹൃദയം നൽകണമേ. ഒരു ഹൃദയം നൽകണമേ, ദൈവത്തിനാലയമാ. കണ്ണുകൾ അടച്ച് 2 കരങ്ങൾ ശിരസിലേക്ക് ചേർത്ത് വയ്ക്കുക, കണ്ണുകൾ അടയ്ക്കുക. നീ ഇപ്പോൾ വിശ്വസിക്കണം, യേശു ക്രിസ്തുവിനെ സംസാരിക്കുന്ന രക്തത്തിന് ദൈവസന്നിധിയിൽ നിനക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുവാൻ സാധിക്കും. യേശു ക്രിസ്തുവിന്റെ രക്തം വിശ്വാസത്തോടെ ഇപ്പോൾ നിന്റെ ശിരസിലേക്ക്, നിന്റെ കണ്ണിലേക്ക്, നിന്റെ ചെവിയിലേക്ക്, നിന്റെ അധരത്തിലേക്ക്, നിന്റെ ക്യാൻസർ രോഗത്തിലേക്ക്, നിന്റെ പാപത്തിന്റെ അടിമത്തത്തിലേക്ക്, നിന്റെ
തെറ്റായ കൂട്ടുകെട്ടുകളിലേക്ക്, നിന്റെ കുട്ടികളിലേക്ക്, നിന്റെ ദാമ്പത്യത്തിലേക്ക്, നിന്റെ കുടുംബ വൃക്ഷത്തിലേക്ക്, ആത്മഹത്യാ പ്രവണതയിലേക്ക്, മദ്യപാനത്തിലേക്ക്, ചൂതാട്ടത്തിലേക്ക് യേശു ക്രിസ്തുവിന്റെ രക്തത്തിന് കടന്നു വന്ന് നിന്നെ വിശുദ്ധീകരിക്കാൻ സാധിക്കും. യേശു ക്രിസ്തുവിന്റെ രക്തം നിന്നെ സ്വർഗത്തിലെത്തിക്കുന്ന രക്തമാ. യേശു ക്രിസ്തുവിന്റെ രക്തം നിന്നെ വിശുദ്ധനാക്കുന്ന രക്തമാ. യേശു ക്രിസ്തുവിന്റെ രക്തം നിന്നെ നീതീകരിക്കുന്ന രക്തമാ. കണ്ണുകളടച്ച് യേശു ക്രിസ്തുവിന്റെ രക്തത്തെ ധ്യാനിച്ച് ഒരിക്കൽ കൂടെ വിളിക്കുന്നു, യേശുവിന്റെ രക്തമേ. ദൈവജനത്തെ കഴുകണമേ, ഒരൊറ്റ മിനിറ്റ് കൂടി രണ്ട് കാര്യങ്ങൾ നൽകണമേ. യേശുവിൻ ആലയമാ. രണ്ട് കാര്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് ശിവസഹോദരൻ പറഞ്ഞതുപോലെ ഇപ്പോൾ നമുക്ക് വേണ്ടിയല്ല, അവർക്ക് വീഞ്ഞില്ല. ഈ രാജ്യത്തിന് യേശുവിന്റെ രക്തമില്ല. ഈ യൂണിവേഴ്സിറ്റികൾക്ക് യേശുവിന്റെ രക്തമില്ല. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇതിന്റെ അറിവില്ല. ഭരണാധികാരികൾക്ക് ഇതിന്റെ അറിവില്ല. ദേശങ്ങളിൽ ഉയർന്നു നിൽക്കുന്ന തിന്മകളുടെ കോട്ടകൾ, അന്ധകാരത്തിന്റെ കോട്ടകൾ, യേശു ക്രിസ്തുവിനെ തള്ളിപ്പറയുന്ന സകല തിന്മകളും പൈശാചിക ശക്തികളും യേശുവിന്റെ രക്തത്താൽ നിർവീര്യമാകാൻ ആഗ്രഹിച്ച് നീ അധിവസിക്കുന്ന ദേശത്തെ, നിന്റെ കുഞ്ഞുങ്ങൾ പഠിക്കുന്ന സ്കൂളിനെ, കോളേജിനെ, യൂണിവേഴ്സിറ്റി, ദേവാലയങ്ങളെ സമർപ്പിച്ച് രണ്ട് കരങ്ങളും ഉയർത്തി വിളിക്കുന്നു, യേശുവിന്റെ രക്തമേ. രക്തത്തിന്റെ അഭിഷേകം, രക്തത്തിന്റെ അഭിഷേകം, രക്തത്തിന്റെ അഭിഷേകം, രക്തത്തിന്റെ അഭിഷേകം.